കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഉടുമ്പൻചോല താലൂക്ക് കമ്മിറ്റിയുടെ സമരപ്രഖ്യാപന കൺവെൻഷൻ നെടുങ്കണ്ടത്ത് നടന്നു. അസോസിയേഷൻ നേതൃത്വത്തിൽ നടക്കുന്ന നിയമസഭാ മാർച്ചിന് മുന്നോടിയായിട്ടാണ് സമ്മേളനം നടന്നത്. സമ്മേളനം ഉടുമ്പൻചോല സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജിൻസൺ വർക്കി ഉദ്ഘാടനം ചെയ്തു. സഹകരണ പെൻഷൻകാർക്ക് 10% ക്ഷാമബത്ത അനുവദിക്കുക, 15% ഇടക്കാല ആശ്വാസം അനുവദിക്കുക, മിനിമം പെൻഷനും പരമാവധി പെൻഷനും വർദ്ധിപ്പിക്കുക, മെഡിസെപ് മാതൃകയിൽ മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പിലാക്കുക, പെൻഷൻ ഫണ്ടിലേക്ക് സഹകരണ സ്ഥാപനങ്ങളുടെ വിഹിതം ഉറപ്പാക്കാൻ നിയമനിർമ്മാണം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ മാസം 30-ന് നിയമസഭാ മാർച്ച് നടത്തുന്നത്. ഇത് വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി നെടുങ്കണ്ടത്ത് നടന്ന സമ്മേളനം ഉടുമ്പൻചോല സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജിൻസൺ വർക്കി ഉദ്ഘാടനം ചെയ്തു. കാലങ്ങളിൽ നമ്മളൊരു പ്രസ്ഥാനത്തിന്റെ നട്ടെല്ലായി നിന്ന് ആ പ്രസ്ഥാനത്തെ വളർച്ചയുടെ പാതയിലെ ഏറ്റവും മുൻപന്തിയിൽ കൊണ്ടുവന്ന് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിൽ സഹകരണ മേഖലയെ മാറ്റി നിർത്താൻ കഴിയാത്ത തരത്തിലേക്ക് കേരളത്തിലെ സഹകരണ മേഖലയെ മാറ്റിയെടുത്ത എന്റെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ അവകാശങ്ങൾ ന്യായമാണ്. അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് കെ സി ചാക്കോ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് എം സുകുമാരൻ, പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ടി എം ജോൺ, അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് എം എൻ ഗോപി, KCEU സംസ്ഥാന കമ്മിറ്റി അംഗം ആർ രാധാകൃഷ്ണൻ, KCSPA ജില്ലാ പ്രസിഡന്റ് ജോസ് കലയത്തിനാൽ, ജില്ലാ ട്രഷറർ PN സുഗു, KS രാധാകൃഷ്ണൻ, രാധാകൃഷ്ണ മേനോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ടൌണിൽ പ്രകടനവും നടത്തി. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.